ദൈവത്തിൻ്റെ ജ്ഞാനം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയണം. ദൈവത്തിൻ്റെ കരുതലുകളെ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഒരിക്കലും നമ്മുടെ കൂടെ നിന്നെന്ന് വരത്തില്ല. കൂടെ നിൽക്കേണ്ടത് ദൈവമാണ്. മനുഷ്യനെ അല്ല നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ചലിക്കപ്പെടണം. ദൈവ സാന്നിധ്യം. ചിലപ്പോൾ നമുക്ക് പല അറിവുകൾ പലരിൽ നിന്നും നമുക്ക് ലഭിക്കപ്പെടുവാനിടയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനം എന്ന് പറയുന്നത് നമ്മളെ ദൈവം ഏൽപ്പിച്ചൊരു വേല വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മൾ ചോദിച്ചറിഞ്ഞു പോകണം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് നിൻ്റെ ഹിതമാണോ, നിൻ്റെ ഇഷ്ടം എന്താണ്, അടി ഞങ്ങളോട് സംസാരിക്കണം. ഓരോ നാളുകളിലും നമ്മുടെ സഭയെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയും, ഓരോ നാളുകളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. നമ്മളൊരു ഉപവാസ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്തു ഒക്കെ ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഒട്ടിച്ച്, വാൾ പോസ്റ്റ് ഒട്ടിച്ച് ഒത്തിരി ദൈവദാസന്മാരെയൊക്കെ വരുത്തിയൊക്കെ ചെയ്യും. ഇതൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നോട് കൂടെ ഇരിക്കാൻ പറഞ്ഞ കൂടെ ഇരിക്കുക. ആ കൂടെ ഇരിക്കുന്നതിന് പ്രത്യേകമായൊരു ഇതുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ദൈവശബ്ദം കേൾക്കാനുള്ളൊരു ശ്രമം, അല്ല ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം. ആ സമയങ്ങളിൽ കഴിഞ്ഞ ഏകദേശം ഈ 17-ാം തീയതിയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്. 17-ാം തീയതി ഈ വരുന്ന ബുധനാഴ്ച തോന്നുന്നു, 17. ആ ദിവസമാണ് ദൈവസന്നിധിയിൽ കർത്താവ് ഇരിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ ഏകദേശം മാർച്ച് മാസം 1-ാം തീയതിയോടുകൂടി ഉപവാസത്തിലിരിക്കാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു ആദ്യം ആഗ്രഹിച്ചത്. ഒരു 10-ാം തീയതിക്ക് ശേഷമായിരുന്നു. അത് മാറ്റി 1-ാം തീയതി എന്നൊരു പ്ലാനിങ് കൊണ്ടുവന്നു. പിന്നെ അത് കുറച്ചുകൂടെ കർത്താവ് പുറകോട്ട് കൊണ്ടുപോയപ്പം ഫെബ്രുവരി മാസം 26-ാം തീയതിയോടുകൂടിയാണ്. ഇന്ന് 17-18 ദിവസത്തോളമായി ദൈവസന്നിധി പ്രാർത്ഥനയോടെ ഇരിക്കാൻ, ദൈവത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ മുന്നിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇരിക്കുവാനിടയായി. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. എങ്കിലും ഞാനിതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ എപ്പോഴും ദൈവശബ്ദത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കണം. ദൈവം നമ്മളെ ചില സ്ഥലങ്ങളിലേക്ക് അയക്കും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ആളായിരുന്നു അന്നാണ്ടി. കർത്താവിന് വേണ്ടി അനേക സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോയതാണ്. വ്യക്തിപരമായി എനിക്ക് ആൻറ്റിയുമായിട്ട് എനിക്ക് ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു ജനുവരിയിലായിരുന്നോ ഫെബ്രുവരി മാസത്തിലായിരുന്നു, അങ്ങനെ പാപജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ആൻറ്റിയായിട്ട് അവർ സംസാരിച്ച് വരണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ പോകാനിടയായി. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി. പിന്നെ തുടർച്ചയായിട്ട് ആൻറ്റി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഞങ്ങളെ വിളിക്കുമായിരുന്നു, ഞങ്ങളിടയ്ക്കൊക്കെ ആൻറ്റിയുടെ അടുത്ത് പോവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് പലരും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അഭിഷിക്തന്മാരായി നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊരു അറിവുണ്ടാകണം. ആൻറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അറിവായിരുന്നു, ശുശ്രൂഷയ്ക്കകത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് മോനെ പോകാൻ. പലരും ചവിട്ടിക്കീറുന്ന ചവിട്ടുപടിയായി പോകല്ലേ. പുള്ളിക്കാരത്തി പറഞ്ഞത് അനേക ദൈവദാസന്മാരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയി, കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെങ്കിൽ പുള്ളിക്കാരത്തി രോഗത്തിൻ്റെ അവസ്ഥയിൽ വന്നപ്പം ആരും, ഒരു മനുഷ്യൻ പോലും അവിടെ എത്തിച്ചേർന്നില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥന ഒരു ആശ്വാസമാണ്, പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ആരുമില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ പലരെയും വിളിക്കും, അവരെല്ലാം തിരക്കാണ്, ആരുമില്ല. അതിനകത്ത് ഒരു പിറവത്തുള്ള ബിജു സേവ്യർ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നു, ബിജു സേവ്യർ എന്ന് അങ്ങനെ കണ്ടൊരു ദൈവദാസൻ്റെ പേരാണ് ആൻറ്റി പറഞ്ഞത്. മോനെ എപ്പോഴും വിളിക്കും, അന്വേഷിച്ച് വരും.
അപ്പം ഞങ്ങളെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കും തിരക്കുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞാനിത് പറഞ്ഞു കൊണ്ടുപോകുന്നതിൻ്റെ കാരണം, നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ നടത്തിയവരെ നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ. നമുക്ക് ഒരുപാട് വഴികളൊക്കെ ദൈവം തുറന്നു വരും. പക്ഷേങ്കിൽ നമ്മൾ അങ്ങ് കയറി പോകുമ്പോൾ നമ്മൾ കയറുവാൻ വേണ്ടി നിന്നിരുന്ന ആ കല്ലിനെ മറന്നു പോകല്ലേ. കാരണം ഇതിൻ്റെ കണക്ക് അവിടെ ചെല്ലുമ്പോൾ ബോധിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയാൻ, ഞാൻ കഴിഞ്ഞ ദിവസം ആൻറ്റിയുടെ ഫ്യൂണറലിൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേരുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ ഭയങ്കര ജനം. എപ്പോഴും ആൻറ്റിയുടെ അടുത്ത് ഇവരെല്ലാവരും വന്ന് പറഞ്ഞു, ആരും ചെന്നില്ല. ആ സമയങ്ങളിലെല്ലാം ഈ ആൻറ്റിയുമായി ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ആൻറ്റി പല പ്രാവശ്യം ഞങ്ങളെ വിളിക്കുകയും എനിക്ക് ചില തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്കെല്ലാം ഓടിച്ചെല്ലാം ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. ഇടയ്ക്കെല്ലാം ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ദൈവം ഒരു വാതിൽ തുറന്നു തരുന്ന ചിലരിൽ കൂടെ ആ വാതിലിനെ നമ്മൾ എപ്പോഴും ഓർത്തോണം. എത്ര ഉന്നതിയിലേക്ക് കടന്നു പോകുമ്പോഴും ആ മാതാവിൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രയാസം എനിക്ക് തോന്നി. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പൂർണ്ണ വിശ്വസ്തരായി മാറണം. വിശ്വസ്തത എന്ന് പറയുന്നത് വെളിപ്പെടുത്തി കാണിക്കേണ്ടതാണ്. ഈ വിശ്വസ്തത നമ്മൾ വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ തേജസ് എവിടെ വെളിപ്പെടുന്നോ അവിടെ എപ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ അനുഭവിക്കുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിക്കപ്പെടും. ഇന്ന് പകലിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ കർത്താവാണെങ്കിൽ അവൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവിനോട് നമ്മൾ കർത്താവ് എന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ, വീഴപ്പെടുന്ന വിത്ത് 100 മേനിയായി വളരുവാൻ സ്വർഗം ഞങ്ങളോട് മനസ്സലിയണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം എവിടെ വ്യാപരിച്ചാലും അവിടെ അത്ഭുതമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവ മഹത്വം എവിടെ വെളിപ്പെട്ടോ അവിടെ ഒരു വിടുതൽ നടന്നിരിക്കും. ഹല്ലേലൂയ. അതിന്ന സമയമൊന്നുമില്ല. ഇന്ന് പകലിൽ നമ്മൾ വ്യക്തമായി അറിയണം, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട പകൽ ഇന്നാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളുടെ വാതിൽ ദൈവം തുറന്നു എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ 3 യോഹന്നാൻ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് കയറിപ്പോവും. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇവിടെ യോഹന്നാൻ പറയുവാണ്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. ചിലർ ആത്മാവിൽ ഒത്തിരി അങ്ങ് സന്തോഷിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ജീവിതങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ചിലപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. ചൈകൾ കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും, അവർ തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കും. പക്ഷേ ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി നിൽപ്പുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ദൈവത്തിൻ്റെ സാക്ഷികൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ ചില വിഷയങ്ങളുടെ മുന്നിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇന്നലേക്കാൾ ആ വിഷയം ഇച്ചിരൂടെ രൂക്ഷമായിട്ട് വന്നിരിക്കുക. പക്ഷേ ജനത്തിൻ്റെ മധ്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറയുന്നവരും ആത്മാവിൽ സന്തോഷിക്കുന്നവരും ആത്മാവിൽ പ്രത്യാശ വെക്കുന്നവരും ഒക്കെയാ. ചിലപ്പോൾ നമ്മൾ പറയും കർത്താവ് കരുതിക്കോളും, ഈ വിഷയത്തിന് മുകളിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയും. എന്നാൽ ചില സാഹചര്യങ്ങളുടെ മുന്നിൽ, ചില പ്രതികൂലത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ടാകും. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ കൂടെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ
ആ ശിഷ്യന്മാരെല്ലാം നടക്കുമ്പോൾ യേശു കൂടെയുണ്ട്. എങ്കിൽ പോലും വലിയൊരു തിരമാല അടിക്കാൻ തുടങ്ങി, പടകിനെ തകരുമെന്നൊരവസ്ഥ വന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം തോന്നാൻ തുടങ്ങിയത്. ഇവരുടെ പിന്നിൽ യാത്ര ചെയ്തിരുന്ന ചെറു പടകുകളുണ്ടായിരുന്നു. ഈ പടകുകൾ തകരുന്നത് കണ്ടപ്പോൾ ഇവരുടെ അകത്തൊരു വെപ്രാളം ഉണ്ടാകാൻ തുടങ്ങി. അവർക്ക് പേടിക്കാൻ തുടങ്ങി. ഇതുപോലെ ചില മനുഷ്യ ജീവിതത്തിനകത്ത് ചിലരുടെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ സംഭവിക്കുമോ എന്ന് നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഈ വഴികൾ അടയപ്പെട്ടു പോവുകയാണോ, അവർക്ക് വന്നത് നമുക്ക് സംഭവിക്കുമോ, ഇതെല്ലാം നമ്മുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഭയം നമ്മുടെ അകത്ത് കയറിയും. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. യോഹന്നാൻ പറയുക, എന്നാ പറഞ്ഞേ? യോഹന്നാൻ പറഞ്ഞേ, പ്രിയനെ നിന്റെ ആത്മാവിൽ നീ സന്തോഷവാനാ. ഈ പ്രതികൂലത്തെ ജയിക്കുമെന്ന്, ഈ എക്സാമിനെ ജയിക്കുമെന്ന്, നല്ല റിസൾട്ട് കിട്ടുമെന്നും, വിദേശത്ത് പഠിക്കാൻ പോകുന്നു, നല്ല ജോലി ലഭിക്കുമെന്നും, നല്ല ഭാവി ഉണ്ടാവുന്നൊക്കെ എവിടെ കാണുക? ആത്മാവിൽ കാണുക. ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്. എന്നാലും ഇവിടെ പറയുന്നു ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും ഇരിക്കണം. കണ്ടോ, നീ സകലത്തിലും. അപ്പം അകത്തു മാത്രമല്ല പുറമേ ഉള്ളതിലും എന്താകണം? വിടുതൽ അനുഭവിക്കണം. അപ്പൊ ഈ പ്രതിസന്ധിക്കകത്തും പ്രതികൂലത്തിനകത്തും വരുമ്പോൾ അകത്ത് വിളിച്ചു പറയുന്നെങ്കിൽ അകത്തത് എവിടെ വരണം? പുറത്തും വരണം. അകത്ത് ആത്മാവി കർത്താവ് ഇതെല്ലാം എന്നെ അത്ഭുതപരമായി വിടുവിക്കുമെന്ന് പറയുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസമാണ്. സഭാഹോളിനകത്തിരുന്ന് പറയും ബ്രദറെ കർത്താവ് കരുതിക്കോളും, കർത്താവ് എനിക്ക് വഴി തുറക്കും, എനിക്ക് നല്ല തരിക. ദൈവാസനം പറയും ബലപ്പെട്, അത്ഭുതം നടക്കും. പക്ഷെ വീട്ടിൽ ചെന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ആ ചിന്താഗതി അങ്ങ് മാറി. ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുക. നാളെ കൊടുക്കാനുള്ള പണത്തിൻ്റെ വിഷയമാകാം, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വിഷയമാകാം, ചില രോഗത്തിൻ്റെ വിഷയം, ഏത് വിഷയമാണ്. ആ വിഷയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഭാരപ്പെടുത്തുക. ഇവിടെ പറയുന്നു ഇത് ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോന പറയുക, നീ സകലത്തിൽ നിന്നും ഒരു വിടുതൽ അനുഭവിക്കുന്നവനായി മാറണം എന്ന് ആരാഗ്രഹിക്കുന്നു പറഞ്ഞ യോന പറയുക. സദൃശവാക്യം ഒന്ന് എടുത്തേ, ഇച്ചിരി ഫാസ്റ്റായിട്ട് പോണേ. സദൃശവാക്യം എടുത്തു, 17-ാം അധ്യായം. സദൃശവാക്യം 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം എന്ന് വായിച്ചു. 22-ാമത്തെ വാക്യം, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സ്. നമ്മൾ എത്രയെല്ലാം പുറമേ കാണിക്കാൻ ശ്രമിച്ചാലും അല്ലേ, മോഹൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയൊക്കെ ആണേ. എങ്ങനെയൊക്കെ ഉണ്ട്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല ബ്രദറെ. എന്നാ ഒരു മ്ലാനത, അതെങ്ങനെ മനസ്സിലായി? പുറമേ നോക്കും മനസ്സിലായി. കാരണം എന്നാ, ഹൃദയം എങ്ങനെ ഇരിക്കുന്നേ? ഹൃദയം വിങ്ങിയിരിക്കുക. ഹൃദയത്തിനകത്ത് വലിയൊരു പുറമേ പറയാൻ മേലാത്തതുപോലെ ഭാരമാണ്. ചിലർ വലിയ സന്തോഷത്തിലൊക്കെ, ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു വലിയ സന്തോഷത്തിലൊക്കെ പറയും. ചില സമയത്ത് അവരുടെ മുഖത്ത് ഭയങ്കര മ്ലാനതയാണ്. കാരണം വീടിൻ്റെ അവസ്ഥകൾ. അപ്പോൾ അവരുടെ അകത്ത് വലിയൊരു പ്രയാസം. അവരുടെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ വീടിനകത്ത് അവർ പറയുന്ന ചില കാര്യങ്ങൾ, അവരുടെ വീട്ടിലെ ചില സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ അകത്ത് ഭയങ്കര വിങ്ങല. പക്ഷേ അത് എവിടെയും കൊണ്ടാ തിരിച്ചറിയുന്നേ? ഇവിടെ പറയുന്നു സന്തുഷ്ട ഹൃദയം ഉണ്ടോ, മുഖത്തേക്ക് നല്ല പ്രസാദവും സന്തോഷവും ഒക്കെ ഇരിക്കുന്ന അതെന്താ നല്ലൊരു ഔഷധമാണ്. എന്നാലോ തകർന്ന മനസ്സോ പ്രാർത്ഥിക്കാനൊരു സമയം കിട്ടുന്നില്ല. പലതിനെ ചൊല്ലി നമ്മുടെ അകത്തൊരു സങ്കടം വരും, പലതിനെക്കുറിച്ച് നമ്മുടെ അകത്തൊരു ചിന്ത വരും, നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു വ്യാകുലത വരും, ഇല്ലേ? ഇപ്പോൾ എനിക്കൊരാൾക്ക് ഒരു 25,000 രൂപ കൊടുക്കാനുണ്ട്. നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഒരു 25,000 രൂപ കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ പേഴ്സിനകത്ത് 1,00,000 രൂപ അരിപ്പുണ്ട്. എനിക്ക് വ്യാകുലതയുണ്ടോ? ഒരു വ്യാകുലതയില്ല. ആ മനുഷ്യൻ രാവിലെ വരും, നിങ്ങൾക്ക് തരാനുള്ള പൈസ തീർന്നു. അപ്പോൾ എൻ്റെ അകത്തൊരു ഭാരമില്ല. നേരെ തിരിച്ച് ഈ മനുഷ്യന് ഞാൻ ഒരു പൈസ കൊടുക്കാറുണ്ട്. രാത്രി കിടന്ന് എനിക്ക് ഉറക്കം വരത്തില്ല. വരുമോ?
എൻ്റെ പേഴ്സിനകത്ത് പൈസ ഇല്ല. ഞാൻ 3-4 പേരോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് രാത്രി ഉറക്കമില്ല. എൻ്റെ അസ്ഥികളെ അത് ഉണക്കിക്കളയും. രാത്രി പുലരരുതെന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്കകത്ത് വരും. നിന്റെ സകലത്തിൽ നീ ശുഭവും സുഖവുമായിരിക്കണമെന്ന് യോഹന്നാൻ പറയുക. അപ്പോൾ ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ചില പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ ദൈവം ശക്തമായി ഇടപെട്ടാൽ ആ വിഷയത്തിൻ്റെ മുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. യോഹന്നാൻ പറയുക, നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം. നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തിനകത്ത് വരുന്ന ഭാരത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ചില കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുഞ്ഞിന് ആക്സിഡന്റ് ഉണ്ടായി. തിരുവനന്തപുരത്ത് അത് വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ കുറേ ദിവസങ്ങളോളം അത് വെന്റിലേറ്ററിൽ കിടക്കുന്നതായിരുന്നു. അങ്ങനെ നമ്മളെ ഫോണിൽ വിളിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഫാസ്റ്റിങ്ങിലിരിക്കുന്ന സമയമായിരുന്നു തോന്നുന്നു. വിളിച്ച സമയത്തപ്പോഴോ പറഞ്ഞു വെള്ളിയാഴ്ചയോടെ കുഞ്ഞിൻ്റെ കണ്ണ് ഓപ്പൺ തുറക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണ് തുറക്കുകയൊക്കെ ചെയ്തു. ദൈവം ഒരു അത്ഭുതമൊക്കെ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അവർക്കൊരാശ്വാസമായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണം. ഇവർ ആഗ്രഹിക്കുന്നതിനാ ഈ കുഞ്ഞ് പഴയതുപോലെ പുറത്തേക്കൊന്ന് വരാൻ, അല്ലേ? അങ്ങനല്ലേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ ജീവിതത്തിനകത്തൊരു സമാധാനം വരണമെങ്കിൽ ഈ കുഞ്ഞ് 10-17 വയസ്സുള്ളൊരു കുഞ്ഞാ, ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേ ആർക്ക് ആശ്വാസം വരത്തുള്ളൂ. അതിൻ്റെ മാതാപിതാക്കന്മാർക്ക് ആശ്വാസം. നിങ്ങൾ എൻ്റെ കൂടെ വരികയാണ്, സ്തോത്രം, ആമീൻ. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാർക്ക് സന്തോഷം വരണമെങ്കിൽ ഈ കുഞ്ഞ് സൗഖ്യത്തോടെ പുറത്തു വരണം. ഇത് സൗഖ്യം കൊടുക്കുവാൻ ദൈവ സാന്നിധ്യത്തിന് പറ്റും. ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങിയാൽ ഏത് വിഷയങ്ങളുടെ മുകളിലും അത്ഭുതങ്ങൾ നടക്കും. ആ മഹത്വം എവിടെ ഇറങ്ങുന്നോ ആ മഹത്വം ഒരു വ്യക്തിയുടെ മേൽ മറിഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ചു പോയവൻ അഭിഷേകത്തോടെ തിരിച്ചു വന്നപ്പോൾ രാജ്യത്തിൻ്റെ രാജാവായി മാറി. അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് കൃപയുണ്ട്. അഭിഷേകത്തിനകത്ത് നോക്കിക്കോണം. പത്രോസ് അപ്പോസ്തലൻ ശൂന്യമായി പടകുമായി നിൽക്കുക. അതിനകത്ത് 2-3 മീനോ എന്തെങ്കിലും ഉണ്ടായിരുന്ന പത്രോസും പടകും മീനും എടുത്തുകൊണ്ട് വീട്ടിൽ പോയേനെ. ആ പടകിനെ ശൂന്യമാക്കിയതിന് പുറകിൽ ദൈവത്തിനൊരു കരമുണ്ടെങ്കിൽ ഇന്ന് പകലറിയാം, നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്വർഗ്ഗം ശൂന്യമാക്കിയത് അവന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ, അവന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മടങ്ങിപ്പോകുമ്പോൾ പത്രോസ് ആ വലയിൽ കഴുകി അവിടെ നിൽക്കുന്നതിന് കാരണം അതാ. അതിന്റെ വാക്കിങ്ങനെ പറയുന്നത്, പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ നീ ആഴത്തിലേക്ക് വല വീശാൻ പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. നീ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു നന്മ നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ഒരു വാക്കേ അതിനകത്തുള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായിട്ടുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായിട്ടുണ്ട്. ഒരു അഭിഷേകത്തിന് ശക്തി ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അതിന് തലമുറയ്ക്കകത്ത് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഈ പ്രതികൂലത്തെ ജയിക്കുവാൻ അവൻ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഈ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ അഭിഷേകത്തിന് ശക്തിയുണ്ട്. നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയെ ജയിക്കണമെന്ന് വരും, പ്രതികൂലത്തെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദൈവശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് പകലിൽ പറഞ്ഞു നിന്റെ ജീവിതത്തിനകത്ത്, അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ശുഭമായിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, ആരാധിക്കുന്നതിന് കുഴപ്പമില്ല, കൈയടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആയിരിക്കുന്നത് ഒരു പ്രതികൂലത്തിലാണ്.
എത്ര പേര് സ്തോത്രം പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അമ്മി ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആത്മാവിൻ നിറഞ്ഞ് ആരാധിക്കാറുണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്, സാഹചര്യങ്ങൾ നോക്കാ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരാറുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം വിഷയത്തിനകത്ത് നിൽക്കുക, ചിലത് നിൽക്കുന്നത് കാരാഗ്രഹത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അമ്മി വാതിൽ അടഞ്ഞു നിൽക്കുകയാണ്, ഭാവിയെക്കുറിച്ച് പറയാൻ മേല. അമ്മി സങ്കടങ്ങൾ നിൽപ്പുണ്ട്, ഒരു നെരിപ്പോട് കത്തുന്ന പോലെ നിൽക്കുക. ആരോടോ ആത്മാവിൻ്റെ ഒരു ദൂതായി പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മി അവിടെ ചലിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറിയുക. അമ്മി ചില മേഖലകൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങാൻ തുടങ്ങും. ചില വ്യക്തി ജീവിതങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ സാന്നിധ്യം ഇന്ന് ഇറങ്ങാൻ പോകുക. അമ്മി ചില ജീവിതത്തിനകത്ത് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. അമ്മി ഇന്ന് പകൽക്കാലം നീ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ തന്നെ നീ ഇന്ന് സകലത്തിലും ദൈവം നിന്നെ വിടുവിക്കുന്ന ഒരു പകലെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മി ചില അടയപ്പെട്ട വാതിലുകളെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ തുറക്കപ്പെടാൻ പോകുക. ചില അടയപ്പെട്ട വാതിലുകളെ ഇന്ന് പകൽക്കാലം അടയപ്പെട്ട വാതിലുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് വിളിച്ചു പറയാ, ചില വിടുതലിന്റെ പകലായി ദൈവം മാറ്റുവാൻ പോകുക. അമ്മി ചില വിടുതലിന്റെ പകലായി ദൈവം ഇന്ന് പകലിൽ മാറ്റുവാൻ പോകുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ പൗലോസും ശീലാസുമായിരിക്കുന്നത് കാരാഗ്രഹത്തിനകത്ത്. ഇവരുടെ മേൽ ആത്മാവ് ഇവരുടെ നിറവുള്ളവരാ, പരിശുദ്ധാത്മാവ് സാന്നിധ്യമുള്ളവരാ, ദൈവത്തിന്റെ അഭിഷേകമുള്ളവരാ. അമ്മി അത്ഭുതങ്ങൾ കണ്ടവരാ, അടയാളങ്ങൾ കണ്ടവരാ. പക്ഷെ ഇന്ന് ചില വിഷയത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാ. ആരോടോ ആത്മാവിനകത്തൊരു ദൂത് ഞാൻ വിളിച്ചു പറയാ. അമ്മി ആത്മാവിന്റെ അത്ഭുതങ്ങൾ കണ്ടതാ, ഭവനത്തിനകത്ത് കണ്ടത്, തലമുറയ്ക്കകത്ത് കണ്ടതാ. പക്ഷെ ഇന്ന് ചില കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്ത് നിൽപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആരാധനയ്ക്കകത്ത് ഒരു അത്ഭുതം നടക്കാൻ പോകുക. നിന്റെ ദൈവസന്നിധിയിൽ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. എത്ര പേർ ആത്മാവിൽ നിറയുന്നുണ്ട്? അർദ്ധരാത്രിയായപ്പോ അമ്മി പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിന്റെ മേൽ തന്നിരിക്കുന്ന ആത്മാവിനകത്ത് ഇന്ന് പകൽ ഒരു ഉണർവിന്റെ കാറ്റ് വരട്ടെ, ആത്മാവിന്റെ നിറവ് നിന്റെ അകത്ത് വരട്ടെ. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങുക. ഇന്ന് പകലിൽ മനുഷ്യന്റെ കണ്ണല്ല, ഇന്ന് ദൈവത്തിന്റെ കണ്ണ് ചലിക്കപ്പെടാൻ തുടങ്ങുക. മനുഷ്യന്റെ ചിന്തയല്ല, ഇത് ദൈവത്തിന്റെ ചിന്ത. മനുഷ്യൻ കണ്ടതല്ല, ഇത് സ്വർഗം കാണാൻ പോകുന്നത്. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് ഇന്ന് പകലിൽ ഒരു അത്ഭുതത്തെ കണ്ടുകൊണ്ട്, ഒരു വിടുതലിനെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവുള്ളവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങും. ആത്മാവുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങും. ആത്മാവുള്ളവർ വിടുതലിനെ കണ്ടു തുടങ്ങും. ഇന്ന് പകൽ കാരാഗ്രഹം അല്ല ഇവിടെ വിഷയം. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ട്. അർദ്ധരാത്രിയുടെ സമയമായി ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരാധന വെളിപ്പെടേണ്ടത് സാഹചര്യങ്ങൾ നോക്കിയല്ല. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ കൊച്ചെ മുഴുവൻ വിടുതലും കിട്ടിയിട്ടല്ല ആരാധിക്കാൻ തുടങ്ങുന്നത്. ഏത് പ്രതിസന്ധിയുടെ മുന്നിലോ, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലോ ഒരു ദൈവശബ്ദത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാൻ റെഡിയാണെങ്കിൽ അത് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവർ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ അയലോക്കംകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിന്റെ വീട് നാളെ ജപ്തി ചെയ്യാന്ന് ചിലപ്പോൾ നോട്ടീസ് ഒട്ടിച്ച് കാണും കേട്ടോ. ഇന്ന് പകൽക്കാലം നിന്റെ ആയുസ് തീർന്നെന്ന് നാട്ടുകാർ പറഞ്ഞു കാണും. നിന്റെ തലമുറയുടെ ഭാവി പോയെന്ന് പറഞ്ഞു കാണും. പിന്നെ എന്തിനാ ഈ രാത്രിയിൽ ആരാധിക്കുന്ന ചോദിച്ചാൽ ഒരു മഹത്വം ഇറങ്ങുമെന്ന് പറയുവാനാ. ഇന്ന് പകൽക്കാലം നീ എന്നതാ നേടിയെന്ന് ചോദിച്ചാൽ ഒരു മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറയാനാ. ഒരു മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഒരു മഹത്വം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ഒരു മഹത്വത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നത്, ഒരു മഹത്വത്തെ ഞങ്ങളിത് കാത്തിരിക്കുന്നത്. ഒരു തേജസ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഒരു തേജസ് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്ന് പകലാന്ന് വിശ്വസിച്ചോ, അതിന്ന് പകലാന്ന് വിശ്വസിച്ചോ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി ഇറങ്ങാൻ പോകുക. ഞങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി ഇറങ്ങാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന കടവുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പോന്നെ, ഇവന്മാർക്ക് എന്നാ പറ്റിയതാ? ഇവന്മാർ ഈ നാമം പറഞ്ഞ് നടന്നിട്ടാ പിടിച്ചകത്തിട്ടേക്കുന്നേ. ഇനിയാ വിടുതല്. ഇവനെ ഈ ജയിലിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് വിടുവിക്കായിരുന്നല്ലോ. തടവുള്ളിയാക്കുമ്പോൾ വിടുവിക്കായിരുന്നല്ലോ. എവിടായിരുന്നു?
ഇവർ പറഞ്ഞ കർത്താവ് എവിടെയാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തടവുകാരെല്ലാം ഇവരെ ഉറ്റുനോക്കാൻ തുടങ്ങി. പക്ഷെ ഇവർക്കൊരു കാര്യം അറിയാം, ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയും വെളിപ്പെടും. ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിന്റെ വീടിനെ നോക്കി പ്രവചിച്ചവർ പ്രവചിക്കുന്നതിന് മധ്യത്തിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിന്നെ ഞാൻ അനാഥനായി വിടത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എങ്ങുമില്ലാത്തൊരു പ്രത്യേകത നിന്റെ പേര്, നിന്റെ തലമുറയുടെ പേര് ദൈവം ചെയ്യുവാൻ അവൻ സർവശക്തനായ ദൈവമാ. ഇവർക്കൊരു കാര്യം അറിയാം, ഈ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാ. ഇവരെങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ 26-ാമത്തെ വാക്യം പറയാ, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കളഞ്ഞു. ഇന്ന് പകലിൽ അറിയണം, നീ ആരാധിക്കുന്ന, നീ വിശ്വസിക്കുന്ന ദൈവത്തിനുണ്ടല്ലോ, അത് മണിക്കൂറുകൾ കൊണ്ടല്ല വരുന്നത്, അത് ബസ്സിൽ കയറിയല്ല വരുന്നത്, ആ ട്രെയിനിൽ കയറിയല്ല വരുന്നത്, ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. ശബ്ദത്തെക്കാൾ വേഗത്തിൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ അത് പ്രവൃത്തിയായി വെളിപ്പെടാൻ തുടങ്ങി. അവർ നോക്കി നിൽക്കുമ്പോ, അവർ ചിന്തിക്കാത്ത സമയത്ത് പെട്ടെന്ന് ഇന്ന് പകൽക്കാലം പറയണം, ചില വിടുതലുകൾ നടക്കാൻ പോകുന്നത് പെട്ടെന്ന്, നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ നടക്കാൻ പോകുന്നത് പെട്ടെന്ന്, ചില നിയമങ്ങൾ മാറാൻ പോകുന്നത് പെട്ടെന്ന്, നിന്റെ തലമുറയ്ക്കകത്ത് അത്ഭുതം നടക്കാൻ പോകുന്നത് പെട്ടെന്നാണ്. Power the Holy Spirit, power the Holy Spirit, power the Holy Spirit, power the Holy Spirit. Hallelujah. എന്നിട്ടുണ്ടല്ലോ, അതിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുക്കി, വാതിലുകളൊക്കെ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് പകലോർത്തോണം, മനുഷ്യൻ പറഞ്ഞത് ഈ ചങ്ങല അഴിയത്തില്ലെന്നാ, ഈ വാതിൽ ഇവന് തുറക്കാൻ പറ്റത്തില്ലെന്നാ, ഇവൻ ഇതുകൊണ്ട് അവസാനിച്ചെന്ന് നാട്ടുകാര് പ്രവചിച്ചു വെക്കുമ്പോ നിന്നെയും നിന്റെ തലമുറയെ പുറത്തു കൊണ്ടിരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഇന്ന് പകൽ അതാണെന്ന് വിശ്വസിച്ചു. ഇന്ന് പകൽ കാണേണ്ടത് അത് തന്നെയാ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്ന് അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നീയും നിന്റെ കുടുംബവും ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരുവനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകലും പറഞ്ഞത്, വീണവനെ വീണ്ടും തള്ളിയിടുന്നവനല്ല എൻ്റെ കർത്താവ്, വീണവന്റെ കൈ പിടിക്കുന്നവനാ എൻ്റെ കർത്താവ്. ഇന്ന് പകൽക്കാലം പറയുന്നത് ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നീ കാത്തിരുന്ന കാലം കഴിഞ്ഞു കൊച്ചേ. ബെഥേസ്ദയുള്ള കുളക്കടവിനകത്ത് ദൂതനിറങ്ങുന്നത് കാത്ത കാലം കഴിഞ്ഞു. ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പകലാ. ആത്മാവിനകത്ത് നിറഞ്ഞാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവശക്തി ഇറങ്ങുക, ഒരു ദൈവ മഹത്വം ഇറങ്ങുക. ഈ സഭകളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ചിലരുടെ കാരാഗ്രഹത്തിന്റെ വാതിലുകളിൽ തുറക്കപ്പെടും, ചിലരുടെ വാതിലുകളെ ഇന്ന് പകൽ തുറക്കപ്പെടും, ചില തലമുറയുടെ വാതിലുകൾ ഇന്ന് പകൽ തുറക്കപ്പെടും. ഇന്ന് പകൽ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഒരു റിലീസിംഗ് പവർ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്, ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ചില പ്രവൃത്തികൾ ദൈവത്താൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. 27-ാമത്തെ വാക്യം പറയാം, കാരാഗൃഹപ്രമാണി ഉളക്കപ്പെടുന്നത് കാരാഗൃഹത്തിന്റെ വാതിൽക്കൽ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി എന്ന് പറഞ്ഞ് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. 28-ാമത്തെ വാക്യം വായിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. പൗലോസിന്റെയും ശീലാസിന്റെ മുന്നിൽ ഇന്ന് പകലിൽ ഓർത്തോളം, നീ ഒരു സാധാരണക്കാരല്ല, നീ ഒരു അസാധാരണനാ. ഇന്ന് പകൽ എങ്ങുമില്ലാത്തൊരു പ്രത്യേകത നിന്റെ മേലുണ്ട്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എങ്ങുമില്ലാത്തൊരു പ്രത്യേകത നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാരാഗൃഹപ്രമാണി ചാടിച്ചെന്ന് അകത്തിയെന്ന് ചോദിച്ചു. അവർ ശീലാസിന്റെ മുന്നിൽ വീണു. എന്നിട്ട് 30-ാമത്തെ വാക്യം, യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവൻ ചോദിക്കുക. ഇതുപോലെ പ്രശ്നം ഞങ്ങൾക്ക് വന്നാൽ, ഇതുപോലെ പ്രതികൂലം ഞങ്ങൾക്ക് വന്ന രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചോദിക്കുക, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. 31-ാമത്തെ വാക്യം, ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ.
തക്ക സമയത്ത് പിന്മഴയും മുൻമഴയും നിനക്ക് വേണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചോളുക. ഓ, ഇന്ന് പകൽക്കാലം മറ്റൊരുവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഒരുവന്റെ നാമമേ ഉള്ളൂ. പത്രോസ് വിളിച്ചു പറഞ്ഞു തുടങ്ങി, അത് യേശുവിന്റെ നാമം. ഇന്ന് പകൽ ഉയർത്തപ്പെടുവാനുള്ള ഒരു നാമമേ ഉള്ളൂ. അത് കാൽവരി ഞങ്ങൾക്ക് വേണ്ടി രക്തം ചീന്തി ഞങ്ങളെ വിടുവിച്ച ഒരു യേശുവിന്റെ നാമമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ചോദിക്കുന്നു, കർത്താവേ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും ഇന്ന് പകൽ ഒരെണ്ണം തലമുറയും നീ ഒരു അനുഗ്രഹത്തിലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രക്ഷകനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഈ രക്ഷകനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു, നീ തകർന്നു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ഈ രക്ഷകനിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം വരെ തക്ക സമയത്ത് ചില വാതിലുകളെ തുറക്കുമെന്ന് പറയുന്നവർക്കായി, തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. അപ്പൊ ആത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. അപ്പൊ ഇന്ന് നിങ്ങൾ ചില പ്രതിസന്ധി കൂടെ പോകുന്നുണ്ടെങ്കിലും ആരാധനയിലും പ്രാർത്ഥനയിലും മടുപ്പ് വേണ്ട. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദൈവം തരും. ഒരാമീൻ വരുന്നില്ലല്ലോ, ഒരാമീൻ നിങ്ങളുടെ അകത്തൊന്നും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. ചില വാതിലുകളുടെ മുന്നിൽ പേടിച്ചു നിൽക്കുകയാണോ? ചില വഴികൾ അടയപ്പെട്ടെന്ന് തോന്നി നിൽക്കുകയാണോ? എന്നാൽ ഇന്ന് പകല് ആത്മാവിനകത്ത് ഞാൻ പറയാം, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദൈവം തമ്പുരാൻ കൃപ തരാൻ പോവുക. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ വാക്യത്തിനകത്ത് വന്ന് പറഞ്ഞു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് ഞാൻ പിന്നെയും വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞോണോ, ആത്മാവിന്റെ നിറവിലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവര് ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞോണോ, ഞാൻ സന്തോഷിക്കുന്നത് അവൻ കർത്താവിലാണ്. ഹല്ലേലൂയ. തക്ക സമയത്ത് എനിക്കുള്ള പിന്മഴയും മുൻമഴയും തരും. അല്ല, ഞാൻ കർത്താവിലായോണ്ട് വെട്ടിക്കിളിയെ തുള്ളനെ തിന്ന് മുടിച്ച കാലം എനിക്ക് മടക്കി വരിക തന്നെ ചെയ്യും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പറയുന്നോ, വിളിച്ചു പറയുക, നീ കർത്താവിൽ സന്തോഷിച്ചു തുടങ്ങിക്കോ, നീ ദൈവത്തിൽ ആരാധിച്ചു തുടങ്ങിക്കോ, അത്ഭുതങ്ങളെ നടക്കും. പൗലോസിനെ വിളിച്ചു പറയാ, കർത്താവിൽ സന്തോഷിച്ചോളാൻ. കാരണം കാരാഗ്രഹത്തിനകത്തു കിടന്നാലും വാതിൽ തുറക്കുന്ന ഒരു ദൈവത്തെ അറിയാം. കല്ലേറ് കൊണ്ടാലും ഓർത്തു നോക്കിയ ജനം മുഴുവൻ കല്ലെറിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ മരിച്ചെന്ന് പറഞ്ഞ് പട്ടണത്തിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് ചവടക്കിന് ചെന്നോറം മുന്നെ ചിരിച്ചോണ്ട് നിൽക്കുന്ന പൗലോസ്, എന്നതാ കാര്യമെന്നറിയാമോ? വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ടാ. ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞോളൂ, നിന്നെ വിളിച്ചവൻ താളടിയായി പോകാനല്ല വിളിച്ചത്, നിന്നെ ദേശത്ത് മാനിക്കാമെന്ന ദൈവം പറഞ്ഞെങ്കിൽ, ഓ ഇന്ന് പകല് വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ, എനിക്കൊരു നല്ല കർത്താവുണ്ടെന്ന്, എനിക്കൊരു നല്ല ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ എനിക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 34-ാമത്തെ വാക്യം പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അമ്മി പ്രതിസന്ധി കണ്ട് വീട്ടിൽ കയറി പോവുകയല്ല. അമ്മി പാസ്റ്റർ ജനിച്ചില്ലെങ്കിൽ ഉടനെങ്കിൽ അമ്മി പെരയ്ക്കകത്തോട്ട് കയറി അവിടെ ഇരിക്കുമല്ല. പാസ്റ്റർ ജനിച്ചാലും ജനിച്ചില്ലേ, ഞാൻ പാസ്റ്ററെ കാണാൻ വന്നല്ല, ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാൻ വന്നതാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണ, ദൈവദാസൻ ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും എൻ്റെ സബ്ജക്റ്റ് അല്ല. എനിക്കൊരു കാര്യമുണ്ട്, എന്നെ മോനെ മോളെ എന്ന് വിളിച്ച ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് വിളിച്ചു പറയണം, ഞാൻ യഹോവയിൽ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേലിരിക്കും. എനിക്ക് അവനെ ആരാധിപ്പാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവനെ സ്തുതിപ്പാതിരിക്കാൻ പറ്റത്തില്ല. അവനേക്കാൾ വലിയവനായി ആരുമില്ല. ഞാൻ ആയിരുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് വ്യതിയാനം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം, എന്നെ വഴി നടത്തുന്ന ഒരു നല്ല ഇടയനുണ്ട്. ആ ഇടയനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ആയിരുന്നത് മുൾപ്പടർപ്പിനകത്ത്, അവൻ മുള്ളുകൾക്കിട ഞെരിഞ്ഞു കിടന്നപ്പോ എൻ്റെ ഇടയൻ എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. എങ്ങനെയാ വന്നെന്നറിയാവോ? മുൾപ്പടർപ്പിനെ മാറ്റി
വരുമ്പോ എൻ്റെ ഇടയൻ്റെ കൈകളിലും കാലുകളിലും മുള്ളുകൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് എൻ്റെ ദേഹത്ത് മുള്ളു കൊള്ളാതിരിപ്പോ അവൻ എന്നെ തോളിൽ വഹിച്ച വരുന്നെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറയൂ, എനിക്കൊരു നല്ല കർത്താവുണ്ട്, എനിക്കൊരു നല്ല യേശുവുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ വീണു പോകാ, ഞാൻ തകർന്നു പോകാ, ഞാൻ ഉടഞ്ഞു പോകാ അനുവദിക്കാത്ത ഒരു നല്ല ദൈവം എനിക്കുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, എല്ലാ കാലത്തും അവനെ കുറിച്ചുള്ള സ്തുതി എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് പറയുന്നത് അങ്ങനെ ഒരു ഇടയൻ എനിക്കുണ്ടെന്ന്? ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എനിക്കുണ്ടെന്ന് എത്ര പേര് വിശ്വാസ വിളിച്ചു പറയൂ? ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയണം, എനിക്കൊരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട്, സങ്കീർത്തനം 102 പറയും, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. കണ്ടോ, അവൻ നടത്തിയ വഴികളൊക്കെ അറിയണമെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, തമ്പേറ് കൊട്ടിയാലും ഓർഗം വായിച്ച് ഗായകനെന്ന് പാടിയാലും വരത്തില്ല. പക്ഷെ നിന്റെ നാവിലൊരു ചലനം വന്നോണ്ടല്ലോ, സ്വർഗം നിന്റെ കൂടെ ചലിക്കപ്പെടാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു വേണം. ഇന്ന് പകൽക്കാലം വരണം. വീണപ്പെട്ടു പോകേണ്ടവനായിരുന്നു, അല്ലെങ്കിൽ തകരപ്പെട്ടു പോകേണ്ടവനായിരുന്നു. പക്ഷെ വഴികൾ തുറന്നു തരാൻ തുടങ്ങിയപ്പോ, ഹല്ലേലൂയ, വഴികൾ തുറന്നു തരാൻ തുടങ്ങിയപ്പോ, ഹല്ലേലൂയ, എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയുക, കർത്താവിനെ എങ്ങനെ ഈ സന്തോഷത്തിൽ കർത്താവിനെ എങ്ങനെ കൈക്കൊണ്ടു, യേശുവിനെ എങ്ങനെ കൈക്കൊണ്ടു, യേശുവിനോട് കൂടെ എങ്ങനെ നിങ്ങൾ നിന്നു, യേശുവിനെ എങ്ങനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിൻ്റെ മഹത്വം കണ്ടാണെങ്കിൽ ഈ മഹത്വത്തിനകത്ത് അടുത്തൊരു ഉടമ്പടി ദൈവം വെച്ചിട്ടുണ്ട്. ആ ഉടമ്പടി പ്രകാരം ഇങ്ങനെ പറയുന്നത്, കൊലോസ്യലേഖനം 2-ാമത്തെ വാക്യം പറയുക, എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക. എന്നെ കൊലോസ്യലേഖനക്കാരൻ പറയുന്നത് 2-ാമത്തെ വാക്യം പറയുക, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. അതിലൊന്നും നടന്നിട്ട് മഹത്വം ഇറങ്ങുന്നില്ല. തെക്കോട്ട് നോക്കി വടക്കോട്ട് നോക്കി കണ്ടിടത്തും എല്ലാം പോയി. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ചൊറിയണങ്ങ് കൊണ്ട് വെള്ളത്തിൽ പിന്നെ മുക്കിയാലും ചൊറിച്ചിൽ മാറത്തില്ല. രക്ഷിക്കപ്പെട്ടവൻ വേണം സ്നാനപ്പെടാൻ, സ്നാനപ്പെട്ടവനല്ല രക്ഷിക്കപ്പെടേണ്ടത്. അപ്പൊ യേശു കർത്താവിനെ ഞാൻ എങ്ങനെ സ്വീകരിച്ചു? ഇവിടെ പറയും, യേശുവിനെ ഞാൻ എങ്ങനെ സ്വീകരിച്ചേ? സ്വീകരിച്ചതുപോലെ തന്നെ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. കണ്ടോ, യേശുവിനെ എങ്ങനെ കണ്ടേ? യേശുവിനെ എൻ്റെ രക്ഷകനായി കൈക്കൊണ്ടു, യേശുവിനെ എൻ്റെ കർത്താവായി കൈക്കൊണ്ടു, യേശുവിൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കുന്നത് യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാ. നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, നീ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, നിന്നെ താഴ്ചയിലേക്ക് വീണ്ടും താഴ്ചയിലേക്ക് തള്ളിയിടാത്ത ഒരുവനേ ഉള്ളൂ, അതെൻ്റെ കർത്താവാ. അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിലൊക്കെ കിടക്കും രോഗിയായിരിക്കുന്നവരോട് പറയുന്നത്, എല്ലാ ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിയുമ്പോഴത്തേന് പറയും, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോണേ, ഇനി മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ നേരത്തെ ഇതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് നീ ബില്ലടയ്ക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ നിൻ്റെ നാവിൽ ഒരു ആരാധന വെളിപ്പെടണം. എന്നിട്ട് ഇവിടെ പറയും, ആകയാൽ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ എന്ത് ചെയ്യണം? ഈ കൂട്ടായ്മയ്ക്കകത്ത് നടക്കണം. അതിൻ്റെ പ്രയോജനം എന്നാ? അവനിൽ എന്നുള്ള പറയും, യേശുവിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചും. അപ്പൊ ദൈവ സഭയ്ക്കകത്ത് വരേണ്ട ആവശ്യം എന്നാ? രക്ഷിക്കപ്പെട്ട ഒരുവന് ദൈവ സഭയ്ക്കകത്ത് വരണം. എന്തിനാ വരണത്? ഇവിടെ പറയുക, യേശു ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ. അതായത് പ്രതിസന്ധി വരുമ്പോൾ നീ വീണു പോകും, പ്രതികൂലം വരുമ്പോൾ വീണു പോകും, പ്രശ്നം വരുമ്പോൾ നീ വീണു പോകും, നിന്റെ തലമുറയുടെ വിഷയം വരുമ്പോൾ അയ്യോ, മഴ വരുമ്പോൾ പേടി വരും, കാറ്റ് വരുമ്പോൾ പേടി വരും. പൗലോസ് കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയൊരു കാറ്റും കോളും ഉണ്ടായപ്പോൾ
പൗലോസിനകത്തൊരു പേടി വന്നപ്പോൾ സ്വർഗത്തിൽ ദൂതൻ കിടഞ്ഞു, പൗലോസേ പേടിക്കണ്ട. കാരണം എന്താ പറയുക, ഇതൊക്കെ എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമാണ്. ഇന്ന് പകലോർത്തോളം ചില കാറ്റ് നിനക്ക് പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ അടുത്ത പ്രമോഷൻ്റെ സമയം നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ് പൗലോസിന് ദൈവം തമ്പുരാൻ ഒരു കാറ്റിനെ അവിടെ ഇട്ടപ്പോൾ ഹല്ലേലൂയ മിലിത്യ ദേവ് വിടുതലിലേക്ക് പോകാൻ പോകുക. മിലിത്വായിലെ ബർബരന്മാർ യേശുവിനെ അറിയാൻ പോകുക. ഇന്ന് പകൽ ഓർത്തോളം നിന്റെ പ്രതികൂലത്തിനപ്പുറേ ദൈവത്തിൻ്റെ ചില പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വരുമെന്നുള്ള വെളിപ്പെടണമെങ്കിൽ ആരിൽ വരൂ നാം പറഞ്ഞു, യേശുവിൽ വരൂ, നീ ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ച്. എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കണം? വിശ്വാസത്തിൽ ഒന്ന് കവിയണം. വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നവരാണ്. നമുക്ക് ആരാധനയുണ്ട്, ദൈവമഹത്വമുണ്ട്, ദൈവത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, എല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിലൊന്ന് വേരൂന്നി വളരണം. ദൈവത്തിൽ ഒരു അടിസ്ഥാനം ഇടണം. അതുകൊണ്ടാണ് പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, 2 പേർ ഭവനം വെച്ചു, ഒന്ന് മണലിന്മേൽ വെച്ചു, ഒന്ന് പാറയുടെ മേൽ വെച്ചു. മണലിന്മേൽ വെച്ചത് ആട്ടിക്കൂട്ടി എന്തൊക്കെയോ കാണിച്ചു, വന്നു രക്ഷിക്കപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി. എല്ലാ ഞായറാഴ്ചയും വരും, എല്ലാം ഉണ്ട്, പക്ഷേ എന്തിൽ വളർന്നില്ല. വല്ലപ്പോഴും ഒക്കെ ദൈവസഭയ്ക്കകത്ത് കാണാം, വരുന്ന ദിവസം 2 സ്തോത്രവും കാണാം, പിന്നെ അവനെ കാണാനില്ല. അവൻ എവിടെ പെടുതാന്നാ പറഞ്ഞേ? അവൻ മണലിന്മേൽ. ഒരു പ്രശ്നം അവൻ്റെ മേൽ വരുമ്പോൾ, ഒരു പ്രതികൂലം അവൻ്റെ മേൽ വരുമ്പോൾ, അവൻ്റെ ആട്ടിക്കൂട്ടിയ ആരാധന അന്നേരം അറിയുന്നത്. പാറയുടെ മേൽ വെച്ചവൻ പ്രതിസന്ധി വന്നപ്പോ, കോവിഡ് വന്നപ്പോ, പ്രതികൂലം വന്നപ്പോ, ക്ഷാമകാലം വന്നപ്പോ അവനൊന്നും വിഷയമല്ല. കാരണം അവന്റെ അടിസ്ഥാനം ആരാന്നറിയോ? നസറേനായ യേശുവിന്റെ അടിസ്ഥാനമാ. അത് തകരുന്നതല്ല. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു, അടിസ്ഥാനം യേശുവിലാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം. ആ കാട്ടിക്കൂട്ടി പോയവനുണ്ടല്ലോ, വൻമര വന്നു, തിരമാല അടിച്ചു, അവൻ തകർന്നു പോയി. എന്ന പാറയുടെ മേൽ അടിസ്ഥാനം ഇട്ടവരെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ നിറവിനകത്ത് ഞാൻ പറയാം, ദൈവസഭയ്ക്കകത്തിരിക്കുന്നവര്, ദൈവസഭയ്ക്കകത്ത് ആരാധിക്കുന്നവര്, ദൈവത്തിൽ വേരൂന്നി വളരുന്നവര്, എത്ര വലിയ കാറ്റടിച്ചാലും എത്ര വലിയ തിരമാല വന്നാലും അവനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. കാരണം അവനൊരു കാര്യം അറിയാം, ദൈവം എൻ്റെ മേൽ ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ മേൽ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും നിന്ന വന്നാലും അതിനപ്പുറം എനിക്ക് വേണ്ടി കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുക, ഈ പ്രതിസന്ധിയൊക്കെ കുറച്ചു നാളേ ഉള്ളൂ, അതിനപ്പുറം ചില മാന്യതകൾ വരാൻ പോകുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ വിളിച്ചു പറ, ഇന്ന് കാണുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി ചില അത്ഭുത വഴികളെ തുറക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. റോമാലേഖനം 4:17 പറയുന്നുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 18 വാക്യം പറയുക, നിന്റെ സന്തതി ഈ ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് പകൽ പാറയുടെ മേൽ അടിസ്ഥാനം ഇട്ടവനാണോ? ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ മുന്നിൽ അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുക, പ്രതികൂലത്തിന്റെ മുന്നിൽ അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുക. അവനറിയാം, ഈ പ്രതിസന്ധി അധികം കാലം പോകത്തില്ല, ഈ നിന്ന അധികം കാലം പോകത്തില്ല, ഈ പരിഹാസം അധികം കാലം പോകത്തില്ല. എനിക്കൊരു തുറവി വരാൻ പോകുക. എന്റെ തലമുറ കണ്ട ഒരു ദൈവമുണ്ട്, എന്റെ ഭവനത്തെ കണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അബ്രഹാം വിശ്വസിച്ച പോലെ ഇവിടെ പറയുക, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടോ വിശ്വാസത്താൽ അവൻ ക്ഷീണിച്ചില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, സാഹചര്യങ്ങളെ നോക്കാതെ ആരാധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിനക്കുള്ള വാതിൽ ദൈവം തുറന്നുകൊണ്ടേയിരിക്കുക. സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടല്ല ദൈവസന്നിധി വരേണ്ടതാ. ഇന്ന് പകൽ അവർ അനുഗ്രഹിക്കപ്പെട്ടോണ്ട് ഞാനിനി ആ സഭയിലോട്ടില്ല, അവർക്ക് വേണ്ടി മാത്രം പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവരങ്ങ് രക്ഷപ്പെട്ടു പോയി, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് പറയല്ല,
എല്ലാവർക്കും വേണ്ടി ഒരുവൻ കാൽവരി ക്രൂശിൽ യാഗമായി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ രക്തം ചീന്തിയിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മധ്യസ്ഥനായി ഉണ്ട്. ഇത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു നല്ല ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, എനിക്കൊരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് നിങ്ങൾ ഉറയ്ക്കണം. ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഉറയ്ക്കണം. ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹന്യാവിൻ്റെ പുസ്തകത്തിനകത്തെ 3-17 വാക്യം പറയാം, നിന്റെ ദൈവമായ യഹോവയെ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യത്തിലിരിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, വാക്യം പോകുന്ന പോക്കുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യത്തിലിരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ സന്തോഷത്തിൽ നീ മാത്രമല്ല സന്തോഷിക്കുന്നേ, സ്വർഗവും സന്തോഷിക്കുക. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? നിന്റെ ഇന്ന് പകൽ ഓർത്തു, നിങ്ങളുടെ ചില സന്തോഷത്തിനകത്ത് അത്യസന്തോഷിക്കും. നിന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്ന ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. നിന്നിൽ ഇന്ന് പകലിൽ എന്നിൽ കർത്താവ് സന്തോഷിക്കും എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അബ്രഹാമിൽ ദൈവം സന്തോഷിച്ച പോലെ, ഇസഹാക്കിൽ ദൈവം സന്തോഷിച്ച പോലെ, യാക്കോബിൽ ദൈവം സന്തോഷിച്ചതുപോലെ, പത്രോസിൽ ദൈവം സന്തോഷിച്ചതുപോലെ എന്നിൽ ദൈവം സന്തോഷിക്കും എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവ് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയണം. നിങ്ങൾ ചില സാഹചര്യത്തിനകത്തൂടെ ഞെരുക്കത്തിക്കൂടെ കടന്നുപോയാൽ സ്വർഗം ചില വാതിലുകളെ തുറക്കും. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകും. നിന്നെ ചിലർ മറന്നു പോയാൽ മറക്കാത്ത ഒരു ദൈവം നിൽപ്പുണ്ട്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്നെ ചിലർ മറന്നു പോയാൽ മറക്കാത്ത ഒരു ദൈവം തക്ക സമയത്ത് ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയായിക്കോ. തക്ക സമയത്ത് ദൈവം ചില പ്രവർത്തികൾ ആമീൻ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ. ഇന്ന് പകൽക്കാലം ആമീൻ നീ പ്രതീക്ഷിച്ചതാ ചില വ്യക്തികളിൽ നിന്ന്, ആമീൻ ചില വ്യക്തികൾ നിന്നോട് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ നീ വിശ്വസിച്ചതാ. പക്ഷെ ഇന്ന് ആ വ്യക്തികൾ നിന്നെ കണ്ടാൽ പോലും മിണ്ടുന്നില്ലെങ്കിലും, മാറി നടക്കുന്നെങ്കിലും, ഇന്ന് പകൽ അറിഞ്ഞോ, മാറി നടക്കാത്ത ഒരു ദൈവത്തെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആമീൻ. ഇന്നലെ ഞാൻ ആരാധിച്ചപ്പോൾ ഇന്ന് ഞാൻ ആരാധിക്കുന്നതിന്റെ കാരണം എന്നറിയോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് മനുഷ്യനെ ദൈവം കൂട്ടിക്കൊണ്ടുവരും. ഉൽപ്പത്തി പുസ്തകം എടുത്ത 40-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അതിൻ്റെ 5-ാമത്തെ വാക്യം വെച്ച് 5-ാമത്തെ. മിസ്രൈം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ, ഒരു രാത്രിയിൽ ഒരു കാരാഗ്രഹത്തിനകത്ത് രാജാവിന്റെ രണ്ട് ഭൃത്യന്മാര് ഒരു സ്വപ്നം കാണുക. വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്നപ്പോ നോക്കിക്കോണം, യോസഫിന്റെ റൂട്ട് നിങ്ങൾ നോക്കിക്കോണം. ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തോട് മനുഷ്യൻ അനുകൂലിച്ചില്ല. പല പീഡകൾ അനുഭവിച്ച് എപ്പോൾ എവിടെ വന്ന് നിൽക്കുക? കുറച്ച് നാളായി കൈകോട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്നേ. ഒന്നിനൊന്നിനെ മുന്നോട്ട് പോയിട്ടില്ല, ഒന്നിനൊന്നിന് തീർന്നതേ ഉള്ളൂ. നീ ആരാധിക്കാൻ നടന്നിട്ട് എന്ത് തേടിയെന്ന് ചോദിച്ചവരുണ്ട്. നിനക്കെന്നാ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്ക്, അവരെത്രത്തോളം ഉയർന്നു. നിൻ്റെയോ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരാൻസർ ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആമേൻ. ജനം ചോദിച്ചതിന് മറുപടി തരാൻ അറിയുന്ന ഒരു കർത്താവ് എനിക്ക് സ്വർഗത്തിലുണ്ട്. ആമേൻ. യോസഫിനോട് 100 ചോദ്യങ്ങൾ ചോദിച്ചു കാണാം. പക്ഷെ യോസഫ് ഇന്നായിരിക്കുന്ന കാരാഗ്രഹത്തിലാണ്. അവിടെ രണ്ടുപേരെ കൊണ്ടിട്ടു. അവർ രാവിലെ യോസഫ് അവർ അടുക്കൽ വന്നു. നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്ന കണ്ടു. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോട് കൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നേ? യോസഫിനെ നോക്കണം. യോസഫ് ആരുടെ പിന്നിലാണ് നിൽക്കുന്നേ? വാഗ്ദത്തം ചെയ്തവരിൽ വിശ്വാസമുള്ള യോസഫ്. യോസഫ് നിരാശയിലല്ല നിൽക്കുന്നേ, യോസഫ് പ്രത്യാശയിലാണ് നിൽക്കുന്നേ. ആമീൻ. ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോട്ടിരിക്കുന്നത് എന്തേന്ന് ചോദിച്ചു.
ആരുമില്ലാന്ന് പറഞ്ഞു. യോസഫ് അവരോട്, ആ, സ്വപ്നവ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ല. സ്വപ്നത്തിന്റെ അപ്പോൾ യോസഫ് എവിടാ നിൽക്കുന്നോണ്ടിരിക്കുന്നത്? ദൈവത്തിൽ തന്നെയാ, അല്ലേ? അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ദൈവത്തിൽ തന്നെയാ. യോസഫിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ കഷ്ടതയ്ക്കപ്പുറം ദൈവത്തിനെന്തോ പ്രവർത്തിക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എന്തോ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നുണ്ട്. നീ ചിന്തിക്കാത്ത എന്തോ ദൈവത്തിൻ്റെ കരത്തിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ചില മേഖലകൾക്കകത്തൂടെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ കണ്ടോ ചില വഴികൾ ദൈവത്താൽ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇന്ന് പകൽ ഓർത്തുള്ള എൻ്റെ കണക്കൂട്ടലിനപ്പുറം കർത്താവ് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയും? ഞാൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവസം പ്രതി ഓരോ പ്രതികൂലം ഇങ്ങനെ വന്നു കയറുക. പൊട്ടപ്പിണർ കഴിഞ്ഞു, അടിമപ്പാളയം വരുന്നു, പൊത്തിപ്പേറിന്റെ ഭവനം വരുന്നു, വന്ന് അവസാനം പ്രമോഷനായി കാരാഗ്രഹത്തിലും വന്ന് നിൽക്കുക. അവിടെയാണോ ആമേ പൊത്തിപ്പേറിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരുമാതിരി വൃത്തിയായിട്ട് നല്ല ഉടുപ്പ് ഷർട്ടൊക്കെ ഇട്ടാണ് നടന്നത്. ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ആമേ പ്രതീക്ഷിച്ച സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ ഇന്ന് സ്വപ്നം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ സ്വപ്നമല്ല ഇത് വരാൻ പോകുന്നത്. ദൈവത്തിന്റെ ദർശനം നിന്റെ മേൽ വരാൻ പോകുക. നിന്റെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നീ മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ നിനക്കുള്ള പ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദർശനത്തെ കുറിച്ചൊക്കെ അമ്മി പറഞ്ഞു. യോസഫ് അതിനെല്ലാം വ്യാഖ്യാനിച്ചെല്ലാം കൊടുത്തു. അതിന്റെ 20ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 3-ാം നാളിൽ സകല ദാസന്മാർക്ക് വിരുന്നൊഴുകി പ്രമാണിയെയും അപ്പക്കാരൻ പ്രമാണിയെ ഓർത്തു. അപ്പൊ ഈ ഒരു ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തുണ്ട് യോസഫ് പറയുന്നു ഇതിനെ വെളിപ്പെടുത്തുന്ന ആരാ? ദൈവമാ. അപ്പൊ യോസഫിന്റെ കൂടെ ആരുണ്ടെന്ന് യോസഫ് വെളിപ്പെടുത്തുക. ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ ആരുണ്ടെന്ന് വെളിപ്പെടുത്തിക്കോണം ഇടയ്ക്കിടയ്ക്കൊക്കെ. അതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ പാനപാത്രവാഹന്മാർ പ്രമാണി ഫറവോന്റെ കയ്യിൽ നിന്ന് പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്ത്. അപ്പം യോസഫ് വെളിപ്പെടുത്തി കൊടുത്ത ദർശനത്തിനനുസരിച്ച് പാനപാത്രവാഹൻ ഇപ്പം ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ആമി പാനപാത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആ സ്ഥാനത്താക്കി അവനോട് പറഞ്ഞു നിന്നെ തൂക്കിക്കൊല്ലൂ എന്ന് യോസഫ് പറഞ്ഞു. അതുപോലെ തന്നെ തൂക്കിക്കൊന്നു യോസഫ്. എന്നാലും അനുഗ്രഹിക്കപ്പെട്ടവൻ ആരെ ഓർത്തില്ല? ഇതുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു നിർത്തിയത് അവിടെയാ. ഒരു ആൻറ്റിയെ പറ്റി പറഞ്ഞു നിർത്തിയോ ഇത് തന്നെ കാര്യം. അതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറഞ്ഞ വാക്കുണ്ട്. ഇവരെന്ത് ചെയ്തു? ഈ രക്ഷപ്പെട്ടവൻ ആരെ മറന്നു? യോസഫിന്റെ സ്ഥിതി എവിടെ തന്നെയാ? യോസഫ് പഴയപടി തന്നെ കിടക്കുക. യോസഫിന്റെ മനസ്സിൽ ചിന്തിച്ച് കാണത്തില്ലേ ഇവനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ? യോസഫ് ഇവിടുന്ന് പറഞ്ഞു വിട്ടാ, എടാ ഒന്ന് പറഞ്ഞേക്കണേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്ന് പറയണേ, അവിടെ എന്നെ ഇതിനകത്തു നിന്ന് വിടുവിക്കണേ എന്നൊക്കെ പറഞ്ഞ. എങ്കിലും പാനപാത്രവാഹന്മാർ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ എന്ത് ചെയ്തു? മറന്നു കഴിഞ്ഞു. 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിന്റെ പുറത്തെ വാക്കെന്ന് വായിച്ചേ. അതിന്റെ 9-ാമത്തെ. അപ്പോൾ പാനപാത്രവാഹന്മാരുടെ പ്രമാണി എന്റെ കുറ്റം ഓർക്കുന്നത്. കാരണം ഇവിടെ ആര് ദർശനം കണ്ടു നിൽക്കുക? ഫറവോൻ ഒരു സ്വപ്നം കണ്ടിട്ട് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു വയ്ക്കും. പക്ഷെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിഞ്ഞോണം, ദൈവ ചില വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കൊണ്ടുവരുന്നുണ്ട്. ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കുറ്റം ഓർക്കുന്നു. 10-ാമത്തെ വാക്യം. അകമ്പടി നാഗന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു എബ്രായ ബാലനുണ്ടായിരുന്നു. സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു പറഞ്ഞു തന്നു. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മറ്റവനെ തൂക്കുകയും ചെയ്തു. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിച്ചു.
ഇന്ന് പകല് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ നിലവിളിയോ കേൾക്കാതെ സ്വർഗം ഇരിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ അവസ്ഥക്കകത്തുനിന്ന് ഒരു വ്യത്യാസം തരുത്തുന്നവനുണ്ട്. യോസഫ് പ്രതീക്ഷിച്ച പ്രതീക്ഷകൾ അസ്തമിച്ചു. പാനപാത്ര വാഹകൻ മറന്നുപോയി. എന്നാൽ മറന്നു പോകാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ നിന്റെ ആരാധന കണ്ട ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ നിലവിളി കണ്ട ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, അവൻ നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിടെ വിളിച്ചു പറയുന്ന ഒരു വക യോസഫിനെ വിളിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ഇവിടെ പറയുന്ന വാക്ക് അവിടെ ശ്രദ്ധിച്ചറിയാം. അവനായിരുന്ന സ്ഥലത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ തുടങ്ങി. അവന്റെ മുഖത്തിന്റെ ശൗര്യം ചെയ്യാൻ തുടങ്ങി. വസ്ത്രം മാറി. ഇന്ന് പകൽ അറിഞ്ഞോളാം, നിന്റെ ജീവിതം ഇന്ന് മാറാൻ പോകുകയാണ്. ആത്മാവിനകത്ത് വിളിച്ചു പറയാം, നിന്റെ തലമുറയ്ക്കകത്തോ നിനക്കകത്തോ ഈ നാളെ വരെ നീ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല. സ്വർഗ ചില വാതിലുകളെ നിനക്കായി തുറക്കപ്പെടാൻ പോകുകയോ. ഇന്നലെ വരെ നിന്നെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലോ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവത്തിലെ വാതിൽ തുറക്കപ്പെടാൻ പോകുകയോ. ഇന്നലെ വരെ ആരും അറിയാതിരുന്നെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയോ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യണം. യോസഫ് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് പൗലോസ് ശീലാസ് ചിന്തിക്കാതിരുന്ന സമയത്ത് സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങിയെങ്കിൽ ഇന്ന് പോലെ നീ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ചില കരുതലുകളെ ഇന്ന് പകലിന് വെളിപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യോസഫ് ചിന്തിക്കാതിരുന്ന സമയത്ത് പടയാളികൾ കടന്നു വന്നു. യോസഫിനെ വിളിച്ച് വെളിയിലിറക്കി. യോസഫിന്റെ കാര്യം മനസ്സിലായില്ല. അവന് താടിരോമങ്ങളെ അവർ മാറ്റി. അവന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് പറയുക, ഫറവോന്റെ അടുക്കലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് ഫറവോന്റെ അടുക്കിലേക്ക് വരുമ്പോ ഫറവോൻ അവനെ കാത്തിരിക്കുക. കാരണം എന്നറിയോ? സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ആരുമില്ല. ഇന്ന് പകലിൽ ആത്മാവുള്ളവന്റെ കൂടെ സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നവന് വേണ്ടി പുതുവാതിലുകളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ചില കരുതലുകളെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ചില പ്രവൃത്തികളെ ഇന്ന് പകൽ വെളിപ്പെടുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകലിൽ ഒരത്ഭുതം നടന്ന് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നവർ, ഇന്ന് പകൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞെന്ന് പറയുന്നവർ, ഇന്ന് പകൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറ, എനിക്ക് വേണ്ടിയുള്ള കരുതലുകളിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ. ആത്മാവുള്ളവനോട് ഞാൻ വിളിച്ചു പറയാ, സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. യോബിന്റെ പുസ്തകം 5-22 വാക്യം പറയും, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കത്തില്ല, പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെടത്തില്ല, പ്രതിസന്ധിയെ കണ്ട് നീ ഭയപ്പെടത്തില്ല. ഇന്ന് പകൽ വിളിച്ചു പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. അല്ലെ പ്രതിസന്ധി അല്ല ഇന്ന് പകൽക്കാലം. പ്രതികൂലം വന്നാലോ ദേശത്തിനകത്ത് ക്ഷാമം വരാൻ കേട്ടോ, ദേശത്തിനകത്ത് നാശം വരാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രവചനമുണ്ട്. നിങ്ങൾ ഓർക്കുന്നോന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട്. 2020 ഒരു 2019 ഒരു പ്രവചനത്തിനകത്ത്, ന്യൂ ഇയറിന്റെ സമയത്ത് ഒരു പ്രവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2025 മുതൽ 2030 വരെ വരുമ്പോ അമേരിക്കയുടെ നാശത്തെക്കുറിച്ച് ഒരു പ്രവചനം അതിനകത്ത് കിടപ്പുണ്ട്. ഇന്നത് സംഭവിക്കുമ്പോൾ അറിയിക്കണം. ട്രംപ് മത്സരിക്കുന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥന നടത്തിയവരുണ്ട്. ട്രംപ് ജയിക്കാൻ വേണ്ടി അന്ന് ദൈവസഭയ്ക്കകത്ത് വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ കയറുമ്പോ അമേരിക്കയുടെ നാശവും ദേശത്തിന്റെ നാശവും തുടങ്ങി വെക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണോ, ദേശത്തിന്റെ നാശം വരാൻ പോകുക. ഇന്ന് കാണുന്നത് ഈ യുദ്ധം അവസാനിക്കപ്പെടും. ഈ യുദ്ധം അധികം മുന്നോട്ട് പോകത്തില്ല. യുദ്ധം അവസാനിക്കപ്പെടും. പക്ഷെ അവസാനിക്കാത്ത ഒന്ന് അമേരിക്കയിൽ തുടങ്ങാൻ പോകുക. അമേരിക്കയുടെ നാശം അവിടെ ആരംഭിക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം പറയണം, 2030 ആകുമ്പോ അമേരിക്ക പൂർണ്ണമായി തകർന്ന് താളടിയായി പോകും. വിശ്വസിക്കുന്ന പകൽക്കാലം വിളിച്ചു പറയാ, ഈ യുദ്ധത്തെ അവസാനിപ്പിക്കുക. പക്ഷെങ്കിൽ ദേശം അനുഗ്രഹത്തിലേക്ക് പോകുമ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയൊരു ക്ഷാമത്തിലേക്ക് മാറ്റപ്പെടും. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞോ. എന്നാൽ ഞാൻ ഇന്ന് വിളിച്ചു പറയാ, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ക്ഷാമം കണ്ടാല്, നാശം കണ്ടാല് ഭയപ്പെടേണ്ടി വരത്തില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ വിളിച്ചു പറയാ, 2026 ക്ഷാമവും ഭൂകമ്പവും എന്തെല്ലാം സംഭവിച്ചാലും നിന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കാരണം ഇത് സർവശക്തനായ ദൈവത്തിന്റെ കരവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ നാവിൽ നിന്ന്
നിങ്ങളുടെ നാവിൽ നിന്ന് ദൈവത്തോടുള്ള ആരാധന വിട്ടുപോകല്ലേ. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉലച്ചു കളയല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾ കളഞ്ഞു കളയരുത്. ഹല്ലേലൂയ. ഒരു കാലം വരാം, ആമേൻ, പ്രതികൂലമായ സാഹചര്യങ്ങൾ വരാം, ആമേൻ, പ്രകൃതി പല കാര്യങ്ങളും വരാം. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്റെ ആരാധന നിന്നു പോകരുത്. ആത്മാവിൻ്റെ നടത്തിപ്പ് നീ ആത്മാവിൽ നടക്കുമ്പോൾ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം സ്വർഗം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം അതുകൊണ്ട് വായിച്ചാൽ പ്രാർത്ഥിക്കും. 3:17 അത്തിവൃക്ഷം തളർക്കയില്ല, കണ്ടോ, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം വായിച്ചു നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഇന്ന് പകല് വിളിച്ചു പറയണം, യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, എന്നെ അവൻ നടത്തുന്നത് ഉന്നതികളെ മേല. ദേശത്തിനകത്ത് ക്ഷാമമുണ്ടായാലും, ദേശത്തിനകത്ത് പ്രതികൂലമുണ്ടായാലും, ദേശത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെന്നെ ബാധിക്കത്തില്ല. കാരണം എന്നെ വിളിച്ച് സ്വർഗത്തിലെ ദൈവമാ. ഞാൻ എൻ്റെ നാവിന്മേൽ അവൻ്റെ ആരാധന മാറിപ്പോകത്തില്ല. ഞാൻ അവനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ അവനെ മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും, ഞാൻ അവൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വേരൂന്നി വളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ അധിക ഫലത്തിലേക്ക് വരും. ഇവിടെ പറയുന്നു, പേടമാൻ കാല് പോലെ ആക്കുന്നു, ഉന്നതികളുടെ മേൽ നടക്കുമാറാക്കുന്നു. സംഗീത പ്രമാണി തന്നെ ആനന്ദത്തോടെ ഞാൻ അവനെ സ്തോത്രം ചെയ്യും. കാരണം എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു? ഇന്ന് പകൽക്കാലം അറിയണം, അവൻ പുറമേ ഉള്ളതിനെ അല്ല അകമേ ഉള്ള നോക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് പകലെ ആത്മാവിനകത്ത് തിരിച്ചറിയണം, ദൈവസന്നിധിയിൽ പിന്നോട്ട് പോകുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും, ആമ ഇന്ന് പകൽക്കാലം ക്ഷാമം വന്നാലും രോഗം വന്നാലും എനിക്ക് എൻ്റെ കർത്താവ് മതിയെന്ന് പറയുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ മാറ്റി നിർത്തിയവർ മാറ്റി നിർത്തട്ടെ, നിന്നെ തള്ളിക്കളഞ്ഞവർ തള്ളിക്കളയട്ടെ. നീ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം പ്രാപിച്ചവർ അനേകരുണ്ട്. അവർ ചിലപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരാം, നിന്നെ നിന്ദിച്ചെന്ന് വരാം. പക്ഷെ പരിഹസിക്കാത്ത ഒരുവനുണ്ട്, എനിക്ക് വേണ്ടി രക്തം കാൽവറി ചീന്തിയ ഒരുവനുണ്ട്. അവൻ എനിക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ മുൻമഴയും പിന്മഴയും തന്ന് എന്നെ മാനിക്കുന്ന ഒരു കാലമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയാം, ഈ ദിവസങ്ങളിൽ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതേ കാലത്തിലല്ല ഞാൻ പറയുന്നത്. ഈ 16, 17, 18 നിന്റെ ജീവിതത്തിനകത്ത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയി മാറും. ഈ വരുന്ന 16, 17, 18 ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതകരമായ ടേണിംഗ് പോയിന്റ് ആയി മാറും. ദൈവത്തിന്റെ പ്രവൃത്തി ഡയറക്റ്റ് ആയിട്ട് നിന്റെ മേലെ ഇറങ്ങി വരും. ഇന്ന് കാരാഗ്രഹത്തിലാണെങ്കിൽ ആ കാരാഗ്രഹത്തെ തുറന്ന് തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. നീ എന്താഗ്രഹിക്കുന്നോ അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ ദൈവം ചില വാതിലുകളെ തുറക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിരാശകൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ആഴ്ച കൊണ്ട് കാലാവസ്ഥ വ്യതിയാനമുണ്ടാകും, ലോകത്തിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാകും, എന്ന നിയമത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. എന്നാലും ഞാൻ വിളിച്ചു പറയാ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കോ. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കോ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ക്ഷീണിച്ചു പോകത്തില്ല, അവർ തളർന്നു പോകത്തില്ല, അവർ ക്ഷീണിച്ചു പോകത്തില്ല. ഇന്ന് വിളിച്ചു പറ, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. എന്റെ ഉടയവൻ എന്റെ കൈ പിടിച്ച് ഉയർത്തുന്ന പകല എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക, എനിക്ക് വേണ്ടി നന്മ വെളിപ്പെടാൻ പോകുക. ഇന്ന് ഭവനത്തിനകത്ത് അത്ഭുതം നടക്കട്ടെ, അവ തലമുറകൾക്കകത്ത് അത്ഭുതം നടക്കട്ടെ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് അത്ഭുതം നടക്കട്ടെ, കുഞ്ഞുങ്ങൾ സൗഖ്യത്തോടെ വരട്ടെ, അത്ഭുത വാതിലുകൾ തലമുറ വേണ്ടി തുറക്കട്ടെ. ഇന്ന് ഞാൻ വിളിച്ചു പറയുന്ന ദൈവം അവൻ ജീവനോടെ ഇരിക്കുന്നവനാ. അവൻ ക്രൂശയിലല്ല, അവൻ കല്ലറയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൽ ആനന്ദിക്കണം. അവൻ സന്തോഷിക്കുന്ന കർത്താവിൽ സന്തോഷിക്കണം. നീ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞ ആത്മാവിൻ്റെ നിറവിനകത്തും ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്റെ വഴിയെ തീരുമാനിക്കുന്നത് ലോക മനുഷ്യനല്ല, എൻ്റെ വഴിയെ തുറന്നു തരുന്ന സ്വർഗത്തിലെ ദൈവമാ. അത് കാരാഗ്രഹമാണെങ്കിലോ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അണലി കടിച്ചാൽ എവിടെയാണെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എൻ്റെ സർവശക്തനായ ദൈവം
പറയുക, എനിക്കുള്ള പുതുവാതിലുകളെ ദൈവം തുറന്നെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ അറിയാം, ഒരു അത്ഭുതത്തിലേക്ക് ഈ ദിവസം നിന്നെ വിളിച്ചിരിക്കുന്നത്, ഒരു വിടുതലിലേക്ക് കർത്താവ് നിന്നെ മാനിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മനിറവിനകത്ത് വിളിച്ചു പറയണം, കർത്താവ് നമ്മുടെ മധ്യത്തിൽ അത്ഭുതം ചെയ്ത കൃപയ്ക്കായി. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ സാന്നിധ്യവും ഈ പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടതിനാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവം ചില പുതുവാതിലുകളെ തുറക്കാൻ പോവുക. അത്ഭുതകരമായി ഞാൻ പറഞ്ഞ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ മണ്ഡലങ്ങളിൽ വരും. ഇന്നലെ വരെ പേപ്പറുകൾ റിജക്റ്റ് ഇനി റിജക്റ്റ് ആകത്തില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം പുറകെ ദൈവത്തിൻ്റെ ഒരു കാര്യം ചലിക്കുക. ആമേ. ചില മുടങ്ങിക്കിടന്നതെല്ലാം ജീവൻ പ്രാപിക്കാൻ തുടങ്ങും. ചില ഡിസോർഡറായി പോയതെല്ലാം ഓർഡറിലേക്ക് വരാൻ പോവുക. നിങ്ങളുടെ റിസൾട്ടുകൾക്ക് മാറ്റം വരും. എല്ലാം ഒരു സകലത്തിനകത്തും ദൈവത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ പകൽ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് ഭവനങ്ങളിലും തലമുറകളുടെ മേലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ മേലും ആമേ നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ഡലത്തിനകത്തും ഒരു ദൈവികമായ കയ്യൊപ്പ് പതിപ്പിക്കത്തക്ക തലത്തിലേക്ക് സ്വർഗത്തിൻ്റെ കരം നീട്ടും. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന എല്ലാ കണ്ണുകളും ദൈവസന്നിധിയും നടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. കർത്താവിന് സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ മഹത്വം. അല്ലെങ്കിൽ കർത്താവ് സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാല കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ് അത്ഭുതകരമായ ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്കായി കൊടുക്കാം. ഒരാൾ